ഹലോ ചെമ്പനീർ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി വീണ്ടും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ, വീട്ടിലിപ്പോ നല്ല ഒരു അന്തരീക്ഷമൊന്നും അല്ലല്ലോ, ഇപ്പൊ ഈ ഒരു വണ്ടി എടുത്താൽ കൂടിയും നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവൂല എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നമ്മുടെ കുറ്റമൊന്നും അല്ലല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തതിന് അച്ഛനോടും അമ്മയോടും വാശി നിർത്താൻ പറഞ്ഞതല്ലേ, പക്ഷെ അവരെ കേൾക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ വർഷ കട്ടക്കലിപ്പില് വീട്ടിലോട്ട് വരുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ വർഷ ഇങ്ങനെ ആരോടും മിണ്ടാതെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണേ. അപ്പൊ ശ്രുതിയും നമ്മുടെ രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ശ്രീകാന്തായിട്ട് വല്ല വഴക്കിട്ടോ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അവനെ പറ്റി ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറയുന്നുണ്ട്. അവൻ കാരണം എനിക്ക് പണി കിട്ടാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അവൻ കാരണം നിനക്കെന്ത് പണി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അവൻ കാരണം ഞാൻ ഗർഭിണിയാകാൻ പോവുക എന്നിങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു മറുപടി കേട്ടിട്ട് നമ്മുടെ രേവതിക്കൊക്കെ ചിരി വരുന്നുണ്ടേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.